ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ ആയിത്തര എന്ന സ്ഥലത്തുള്ള മാങ്കുളത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൈതേരിക്കും ആയിത്തര എന്ന സ്ഥലത്തിനും ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ ഒരു ഭഗവതി ക്ഷേത്രമാണിത്. നിങ്കിലേരി തറവാടുകാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രം. എനിക്ക് പുറകിലായി ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശനം ആരംഭിക്കുന്ന സ്റ്റെപ്പ് കാണാം. മുളകൾ വളഞ്ഞ് ഒരു കമാനത്തിൻ്റെ ആകൃതിയിൽ തന്നെ കാണാം ഇവിടെ. അപ്പോൾ നമുക്കങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ഇത് കണ്ടോ, ഒരു കമാനാകൃതിയിലാണ് മുള ഉള്ളത്. ഒരു മുളങ്കൂട്ടം ചാഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ സാധാരണ ക്ഷേത്രത്തിന് മുൻവശത്തായിട്ടൊരു കോൺക്രീറ്റ് കമാനം കാണാം, പേര് ഒക്കെ എഴുതി ചേർത്ത കമാനം കാണാം. ഇവിടെ അതിന് പകരമായിട്ട് പ്രകൃതിയാലുള്ള ഒരു കമാനം. അപ്പോൾ ഇതിൻ്റെ ഇരുവശങ്ങളിലും വലിയ മരങ്ങൾ കാണാം. കാഴ്ചയിൽ തന്നെ, ഇവിടെ നിന്ന് പുറമേ നിന്നുള്ള കാഴ്ചയിൽ തന്നെ ഒരു ഒട്ടേറെ പ്രത്യേകത തോന്നുന്ന ഒരു ക്ഷേത്രവും ചുറ്റുപാടുമാണിത്. ഇതുണ്ടോ, ഈ കമാനം തീർത്ത മുളയാണിത്, മുളങ്കൂട്ടാണിത്. പച്ച നിറത്തിലുള്ള മുള. ഇതിലേക്ക് കയറി 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 പോകുന്ന സ്റ്റെപ്പുകൾ ഒരുപാട് കയറാനുണ്ട്. നല്ല കരിങ്കല്ലിൻ്റെ സ്റ്റെപ്പുകളാണ്. ഒരു ചെറു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം ഉള്ളത്, ഈ ക്ഷേത്രം ഉള്ളത്. ശാന്തമായ ഒരിടം. അതുപോലെ ഇന്ന് വെയിലേ ഇല്ല. മഴക്കാറുള്ളത് കൊണ്ട് വെയിൽ തീരെയില്ല. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഇന്നലെ ഒരു യാത്ര പോയപ്പോൾ അത് ഒരു നല്ല കാട് പ്രദേശമായിരുന്നെങ്കിലും പക്ഷികളുടെ സൗണ്ടൊക്കെ കുറവായിരുന്നു. പക്ഷെ എനിക്ക് വശത്തൂടെ ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടു. മനുഷ്യവാസമുള്ള പ്രദേശത്തുള്ള കാടുകളാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പക്ഷികൾക്കും ഇഷ്ടം എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാട്ടുപന്നികളൊക്കെ ഇപ്പോൾ നാട്ടിലിറങ്ങി ആളുകൾക്ക് സമീപമായിട്ട് വാസം തുടങ്ങിയ കാഴ്ച നമ്മൾ കാണുന്നതല്ലേ. അപ്പം അതുപോലെ പക്ഷികൾക്കും അങ്ങനെയായിരിക്കും ഇഷ്ടം. ഇപ്പോൾ കയറി ഇങ്ങെത്തി. ഇതാണ് നിരപ്പ്. ഈ കുന്നിൻ്റെ ഏതാണ്ട് മുകൾ ഭാഗത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇന്ന് രാവിലെ കത്തിച്ച വിളക്ക് ഇങ്ങനെ തെളിഞ്ഞ് കത്തുന്നുണ്ട്. ഈ കുന്നിൻ്റെ തട്ടത്ത ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. മാങ്കുളത്ത് ഭഗവതി ക്ഷേത്രം. ഒരു ഓഫീസ് പോലെ ഒരു ചെറിയൊരു സംവിധാനമുണ്ട്. ഇവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ വലിയൊരു നിലവിളക്ക് കാണാം. ഇതൊക്കെ സന്ധ്യയ്ക്ക് ശേഷം കാണുക നിറയെ തിരിയൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ച നന്നായിരിക്കും കാണാൻ. അതുപോലെ ഇവിടെ ഒരു വലിയൊരു തൂക്കുവിളക്ക്, അതിന് രണ്ട് വശത്തായിട്ട് ചെറിയ രണ്ട് വിളക്കുകൾ, തൂക്കുവിളക്കുകൾ. നിങ്കിലേരി തറവാടിന് തന്നെ മറ്റൊരു മാങ്കുളത്ത് ഭഗവതി ക്ഷേത്രമുള്ളത് മൂരിയാടാണ്. മൂരിയാട് ക്ഷേത്രത്തിലെ തറവാട്ടിലെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇതിന് കാരണമായി പറയുന്നത്, പണ്ടൊരു കാലത്ത് ഭഗവതിയുടെ മുടിയേറ്റമുള്ള ദിവസം തറവാട്ടിലെ അതിസുന്ദരിയായ ഒരു സ്ത്രീ സർവാഭരണ വിഭൂഷിതയായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്രേ. കാവിൽ ഉത്സവത്തിനെത്തിയ പുരുഷാരമത്രയും ഭഗവതിയെ ശ്രദ്ധിക്കാതെ ഈ സുന്ദരിയെ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. ഭഗവതിക്ക് ഇതിൽ ഇഷ്ടക്കേടുണ്ടാവുകയും ഉത്സവത്തിന് ശേഷമുള്ള പ്രശ്നചിന്തയിൽ തറവാട്ടിലെ സ്ത്രീകൾ ഇവിടെ പ്രവേശിക്കേണ്ടതില്ല എന്ന ദേവഹിതം കാണുകയും ചെയ്തു. പകരം ആയിത്തരയുള്ള ക്ഷേത്രത്തിൽ വന്ന് തന്നെ കാണാമെന്നും അറിയിച്ചു. മുഖത്തെഴുത്തിലും ആടയാഭരണങ്ങളിലും തിരുമുടിയിലും ഏറെ വ്യത്യസ്തതയുള്ളതാണ് മാങ്കുളത്ത് ഭഗവതി. ഈ ക്ഷേത്രക്കെട്ടിൻ്റെ അല്ലെങ്കിൽ ശ്രീകോവിലിൻ്റെ കെട്ടിനും മട്ടിനും ഒരു അസാധ്യ ഭംഗിയുണ്ടാവും. അതിൻ്റെ ഒരു നിർമ്മാണ രീതി തന്നെ വ്യത്യസ്തമാണ്. തൂണുകളൊക്കെ ഉണ്ടാവും. ഫുള്ളായിട്ട് മരത്തിൽ, ഒരു മരം അങ്ങനെ തന്നെ തൂണാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതുണ്ട്, ഈ
പിന്നെ മച്ചിൻ്റെ വർക്ക് അത് സൂപ്പറാണ്. ചെറിയ ശ്രീകോവിൽ ചെറുതാണെങ്കിലും പക്ഷേ ഇതിൻ്റെ വർക്ക്, മരത്തിൻ്റെ വർക്ക് സൂപ്പർ ഗംഭീരം. ഇതുണ്ട് ഈ ചുമരിന് പുറത്തൂടെ മരത്തിൻ്റെ അഴിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം, അതിൽ നിറയെ ചെറു വിളക്കുകൾ പിടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ചുമര് അഴുക്കാവില്ല. ഇവിടെ നിറയെ വിളക്കുകൾ കാണാം. മുൻഭാഗത്ത്, ശ്രീകോവിലിന് മുൻഭാഗത്ത് നിറയെ വിളക്കുകൾ കാണാം. പ്രായം എത്രയാന്ന് പറയാൻ പറ്റാത്ത അത്രയും പഴക്കമുള്ള ഒരു മരം ഇവിടെ കാണാം. താന്നിയാണോ എന്നൊരു സംശയം. താന്നിയോ പൂവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നാഗപ്രതിഷ്ഠ കാണാം ഇവിടെ. ആകാശം മുട്ട നിൽക്കുന്ന ഒരു മരം നമുക്ക് ഇവിടെ കാണാം. അത് ഈ വീഡിയോയിൽ അത്രയും അതിൻ്റെ ഉയരം ഗാംഭീര്യം നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നേരിട്ട് കണ്ടാൽ അറിയാം. കാടാണ് മൊത്തം, വള്ളിക്കെട്ടുകളും കാടുകളും. ഈ ചെറിയ കുന്നിൻ്റെ മുകളിലിരുന്ന് ദേവി എല്ലാം കാണുന്നു, കേൾക്കുന്നു. തനിക്ക് ചുറ്റും പാർക്കുന്നവരുടെയും തന്നെ കാണാനെത്തുന്നവരുടെയും സങ്കടങ്ങൾ ഒരു തുളസിക്കതിർ നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ അടർത്തി മാറ്റുന്നു. ഇവിടെ ഭഗവതിക്ക് കൂട്ടായി ആകാശത്തിൻ്റെ തൂണുകൾ പോലെ വൻമരങ്ങൾ, 1000 ഫണമുള്ള അനന്തസങ്കല്പം പോലെ വലിയ വലിയ വള്ളിപ്പടർപ്പുകൾ, കാവൽ കണ്ണുകളായി പുള്ളുകളും അണ്ണാർക്കണ്ണനും. എല്ലാവർക്കും മാതൃഭാവത്തിൽ മാങ്കുളത്ത് ഭഗവതിയും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.